രാഷ്ട്രീയക്കാർ സാധാരണ പോകുന്ന വഴിയിലൂടെയല്ല VM സുധീരന്റെ സഞ്ചാരം. അദ്ദേഹത്തിൻ്റെത് തനി വഴിയാണ്, തനിച്ചുള്ള വഴിയാണ്. ആ വഴിയിലൂടെയാണ് അദ്ദേഹം KPCCയുടെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചേർന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ VM സുധീരന്റെ വഴികളിലൂടെയാണ് ഇന്ന് മനോരമ ന്യൂസ്. അടുത്തതായി നിങ്ങളോട് അഭിസംബോധന സംസാരിക്കാൻ വേറെ സമയമില്ല. അതുകൊണ്ട് ബഹുമാന്യ KPCC പ്രസിഡന്റ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായക രാഷ്ട്രീയ പോരിന്റെ വേദിയായ കൊല്ലത്തെ ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിലെ ഓയൂരാണ് സ്ഥലം. പ്രേമചന്ദ്രനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ചില ഇടതുമുന്നണി നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട്. അവരത് പറഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. എന്തുകൊണ്ടെന്നാൽ അവരുടെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത് ആരാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യമോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമോ ഉള്ളവരാണോ അവരുടെ 4-5 സ്ഥാനാർത്ഥികൾ? മിനിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്തുണ്ടായിരുന്നു. പൊന്നാനിയിൽ നമ്മുടെ ET മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിക്കുന്ന ചങ്ങാതി. എന്താണ് എനിക്ക് തോന്നുന്നു, അവർക്ക് സ്ഥാനാർത്ഥി ക്ഷാമം വന്നപ്പോൾ ഒരു കടമെടുത്തതുപോലെ അദ്ദേഹം നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ നിന്നു തിരിയാൻ സമയമില്ലാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇതിനു മുമ്പ് സുധീരൻ യാത്ര ചെയ്തിരുന്നത് 2004-ലാണ്. അന്ന് പര്യടനം ആലപ്പുഴയിൽ മാത്രം മതിയായിരുന്നു. ഇന്ന് കേരളം മുഴുവൻ എത്തണം. വിശ്രമമില്ലാത്ത യാത്ര. സഹചരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. വരിക സഹചരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ദുഷ്ടനീതി വെട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി ഇഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. ദുഷ്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി ഇഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. പുനലൂർ മണ്ഡലത്തിലെ അഞ്ചൽ ഏരൂർ എത്തിയപ്പോൾ കത്തുന്ന വെയിൽ. സിറ്റിംഗ് MP N പീതാംബരക്കുറുപ്പ് കത്തിക്കയറുന്നു. സുധീരൻ എത്തിയതോടെ വഴിമാറി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും പോകാൻ സാധിച്ചു. ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളൊക്കെ പോയി. ഞങ്ങൾക്കൊക്കെയുള്ള ഒരു വന്നിട്ടുള്ള ഒരു ധാരണ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലായിടത്തും നല്ലൊരു ഉത്സാഹവും ഒരു പുത്തൻ ഉണർവും UDF കേന്ദ്രങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരിൽ പ്രകടമാകുന്നു, കാണുന്നു എന്നുള്ളത് വളരെ വളരെ ആവേശകരമായ കാര്യമാണ്. ഏരൂര് രാവിലെ ഇങ്ങനൊരു നല്ല പ്രതികരണമാണ് നിങ്ങളിൽ കാണുന്നതെങ്കിൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയാൻ പോവാണ്. നിങ്ങളെ സാക്ഷി നിർത്തിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈ തവണ പുനലൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രേമചന്ദ്രന് നല്ല ഭൂരിപക്ഷം. പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ, ചവറ, കൊല്ലം, ഇരവിപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ അതിവേഗം ബഹുദൂരം എന്ന തത്വം സുധീരന്റെ സാരഥിക്ക് നടപ്പാക്കിയേ പറ്റൂ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയായ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ വാഹനത്തിലും എല്ലാവരെയും ഉൾക്കൊണ്ടേ മതിയാകൂ. KPCC അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ വളരെ വലിയൊരു വെല്ലുവിളിയിലേക്കാണ് VM സുധീരൻ നീങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡായിരുന്നു. ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമായ കൊല്ലത്താണ് അദ്ദേഹം പ്രചാരണ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങൾ സന്ദർശിച്ചു. ഈ പ്രാഥമികമായി അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ KPCC അധ്യക്ഷ പദവി ഏറ്റെടുത്ത ഉടനെ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രധാന ചുമതല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അതെല്ലാം സാമാന്യേന തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റേത്. തന്നെയുമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും പോയിരുന്നു. ആദ്യം നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുത്തു. പിന്നീട് ഇപ്പോൾ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വരികയാണ്. അതായത് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഈ പ്രവർത്തകരിലും ജനങ്ങളിലും ഒരു പുത്തൻ ആവേശം UDFന് അനുകൂലമായി കാണുന്നുണ്ട്. എന്നെ വളരെ സന്തുഷ്ടനാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പോകുമ്പോഴും, അതായത് കൺവെൻഷനിൽ പങ്കെടുത്തപ്പോഴും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തപ്പോഴും
ഒരുപാട് പഴയകാല സഹപ്രവർത്തകരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ അത് കഴിഞ്ഞ് പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്ന കാലത്ത്, സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേര്, അവർ കുറേ പേര് ജോലിയുമായി പോയിരുന്നു, പിന്നെ കുറേ പേര് രാഷ്ട്രീയ രംഗത്തില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്തില്ലാത്ത പലരും തിരിച്ചു സജീവമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. അതുപോലെ ഗൾഫിൽ പോയി തിരിച്ചു വന്ന് വലിയ രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലാതെ വളരെ നിശബ്ദരായി കഴിഞ്ഞിരുന്ന ഒരുപാട് പേര് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ പഴയകാല സുഹൃത്തുക്കളെ കാണാനും അവരുടെ സഹകരണം തേടാനും അവർ ഊർജ്ജസ്വലരായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ പങ്കാളികളായി മാറുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ജനതാദൾ സോഷ്യലിസ്റ്റ് ജനതയായി UDF-നൊപ്പം വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മറ്റൊരു മുന്നണി കൂടി UDF-നൊപ്പം എത്തിയിരിക്കുകയാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ, രണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ ഇത് രാഷ്ട്രീയ മാറ്റം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, CPM നേതൃത്വം അവലംബിച്ചു വരുന്നൊരു മനോഭാവമുണ്ട്. അവർ ഘടകകക്ഷികളെ സമഭാവനയോടെ കാണുന്നവരല്ല. അവർ യജമാനന്മാരും ഘടകകക്ഷികളൊക്കെ അടിമകളും. ഒരു അടിമ ഉടമ സമീപനമാണ് ഘടകകക്ഷികളോട് അവരെക്കാലത്തും കാണിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് പലപ്പോഴും അവർ നയിക്കുന്ന ഐക്യമുന്നണി സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ഏതായാലും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് സോഷ്യലിസ്റ്റ് ജനത അവരുമായി വിട്ടത്. ഈ തവണ RSP അവരുമായി വിട്ടു. അത് വിട്ടത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചലനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വർഷം ഫെബ്രുവരി 10-ന് KPCC-യുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോൾ തന്നെ സുധീരൻ ഈ തിരക്കും ഓട്ടവും പ്രതീക്ഷിച്ചിരുന്നു. 1971 മുതൽ 73 വരെ KSU പ്രസിഡന്റ്, 75 മുതൽ 77 വരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, 77-ൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് 6-ാം ലോക്സഭയിലെ അംഗം, 80 മുതൽ 96 വരെ നിയമസഭാംഗം, ഇതിൽ 85 മുതൽ 87 വരെ നിയമസഭാ സ്പീക്കർ, 95-ൽ ആന്റണി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രി, 96-ൽ വീണ്ടും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗം, 98-ലും 99-ലും അതേ സ്ഥാനത്ത്. അങ്ങനെ സുധീരൻ വഹിച്ച പദവികൾ ഏറെ. അതുകൊണ്ട് ആളും തിരക്കുമൊന്നും പുത്തരിയല്ല. 2004-ൽ KS മനോജിനോട് നേരിയ വോട്ടിന് ആലപ്പുഴയിൽ പരാജയപ്പെട്ടതോടെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെറുതല്ലാത്ത ഇടവേളയിലേക്ക് പോയെങ്കിലും സുധീരന്റെ തിരിച്ചുവരവ് കുറുക്ക് വഴികളിലൂടെയായിരുന്നില്ല. ആ ബോധ്യത്തിലാണ് സുധീരന്റെ ഓരോ വാക്കും നോക്കും. ഇപ്പോൾ നമ്മൾ കൊല്ലം മണ്ഡലത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. RSPയുടെ കാര്യം പറയുമ്പോൾ ഇടതുമുന്നണി നേതാക്കൾ എപ്പോഴും പറയുന്ന ഒരു ആക്ഷേപം, അവർ ആ ഇടതുമുന്നണി യോഗത്തിന് തൊട്ടു മുമ്പ് കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിയ ശേഷമാണ് വന്നത്. മാത്രമല്ല, താങ്കൾ KPCC അധ്യക്ഷനായി വന്ന ശേഷം വന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മാറ്റം കൂടിയാണ്. ഇതിൽ VM സുധീരന്റെ പങ്ക് എത്രത്തോളമാണ്? അല്ല, VM സുധീരന്റെ പങ്ക് എന്ന് നമുക്ക് എടുത്തു പറയാനാവില്ല. കൂട്ടായൊരു പരിശ്രമം, കൂട്ടായൊരു നേതൃത്വം, അതിൻ്റെ ഫലമാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും, സംഘടനാപരമായ തീരുമാനമായാലും രാഷ്ട്രീയ തീരുമാനമായാലും, അതെല്ലാവരുമായി ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായും ആശയവിനിമയം നടത്തി, കോൺഗ്രസിനകത്ത് മാത്രമല്ല ഘടകകക്ഷികളുമായിട്ടും ആശയവിനിമയം നടത്തി അവരുടെ കൂടി പൊതു അംഗീകാരം വാങ്ങിച്ചതിന് ശേഷമാണ് ഓരോ ചുവടും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ RSPയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ മുൻ തീരുമാനങ്ങളും ഒന്നും അതിനകത്തില്ല, മുൻ ധാരണകളേ ഇല്ല. ഒരു ദിവസം പെട്ടെന്നാണ് ഇങ്ങനെ ചില ഡെവലപ്മെൻറ്റുകളുണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നത്. ശ്രീ ഷിബു ബേബി ജോണാണ് ആദ്യമായി ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നത്. അത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഒരു മുന്നണിയിൽ അവർ നിൽക്കുകയാണല്ലോ, ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് മറ്റൊരു മുന്നണിയുമായി അങ്ങനെ ഒരു ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഒരു പോരായ്മയുണ്ടല്ലോ. അപ്പോൾ അവർ രാഷ്ട്രീയമായ തീരുമാനം അവരുടെ ഭാഗത്ത് നിന്ന് വരട്ടെ, അതിനുശേഷം അതേക്കുറിച്ച് ആലോചിക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവർ ഇടതു മുന്നണി വിട്ടു. അവരുടേതായ ന്യായമായ കാരണങ്ങൾ കൊണ്ടാണ് മുന്നണി വിട്ടത്. ഇത് ദേശീയ ജനറൽ സെക്രട്ടറി ചന്ദ്രചൂഡൻ സാറിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചില കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ തരത്തിലുള്ള പ്രചരണത്തിനൊന്നും ഒരു പ്രസക്തിയില്ലാത്ത മട്ടിൽ ഇത് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. തന്നെയുമല്ല, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ KPCC നിർവാഹക സമിതി വിളിച്ചുകൂട്ടി അവിടെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി. 1-2 പേർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ അവർ കൂടി ഒന്നിച്ചിരുന്ന് ഏകകണ്ഠമായിട്ടാണ് പിന്നീട്
RSPയെ സ്വാഗതം ചെയ്തത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല തീരുമാനം. ദേശീയ തലത്തിലും ഇത് നല്ല ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇടതുമുന്നണിക്കേറ്റ ഒരു കനത്ത ആഘാതം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇത് CPM നേതൃത്വം ഈ പ്രശ്നം കൈകാര്യം ചെയ്തത് പാളിപ്പോയി എന്ന് CPIയുടെ തന്നെ പ്രമുഖരായ പല നേതാക്കളും ദേശീയ തലത്തിലുള്ള നേതാക്കളും അഭിപ്രായപ്പെട്ടതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിൽ മത്സരിച്ച മണ്ഡലമെത്തി ചവറ. ഒരു മണി സൂര്യൻ ജ്വലിക്കുന്നു. അതുപോലെ രാഷ്ട്രീയവും. സുധീരന്റെ വാക്കുകളിൽ കടന്നാക്രമണത്തിന്റെ തീയേക്കാൾ മർമ്മത്ത് നീറ്റുന്ന തീപ്പൊരി മാത്രം. ഏറ്റവും പ്രധാനമായ ഒരേ ഒരു ചോദ്യം, ഇന്ത്യ ആര് ഭരിക്കണം? ഇവിടെ വലതുപക്ഷ വർഗീയ ഫാസിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന BJP ഭരിക്കണമോ അതോ ജനാധിപത്യ മതേതരത്വ ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സഖ്യം വിജയിക്കണോ എന്നുള്ളതാണ് കാതലായ ചോദ്യം. കരിമണലിന്റെ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന നാട്ടുകാർ പൊള്ളുന്നവയിൽ കൂട്ടാക്കാതെ സുധീരനെ കാണാനും കേൾക്കാനും എത്തിയിരുന്നു. അവരിൽ ഒരാളായി സുധീരൻ മുന്നോട്ട്. കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പെന്നതുപോലെ കൊല്ലം ശാന്തം. ചിന്നക്കടയും അഷ്ടമുടിക്കായലും കരിമണലും എന്താണ് വിധിക്കുന്നതെന്ന് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. N. ശ്രീകണ്ഠൻ നായരും ബേബി ജോണും RS ഉണ്ണിയുമൊക്കെ വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തിയ RSPയുടെ മണ്ണ്. ഒപ്പം സമര പോരാട്ടങ്ങളിലൂടെ കരുത്തു തെളിയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തായ്വേര് താഴ്ന്ന ഭൂമി. സുധീരന്റെ ചിന്തകളിൽ ഇതൊക്കെയുണ്ട്. ഈ KPCC യോഗങ്ങളിലുമെല്ലാം കോൺഗ്രസിന് സീറ്റ് കുറയുന്നതിനെ കുറിച്ച് പല അംഗങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ അത് അസംബ്ലി ആയാലും ശരി പാർലമെന്റ് ആയാലും ശരി കോൺഗ്രസിന്റെ സീറ്റുകളിൽ കുറവ് വരുന്നു. ഇതെങ്ങനെ അങ്ങ് ന്യായീകരിക്കും? അല്ല, ഇത് ന്യായീകരണമുണ്ടല്ലോ. കാരണം ഇപ്പോൾ RSP വന്നു, സോഷ്യൽ ജനത വന്നു. നമുക്കറിയാം, സോഷ്യൽ ജനതയുടെ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ തവണ UDF അവർക്ക് അങ്ങോട്ട് സീറ്റ് ഓഫർ ചെയ്തതാണ്. പക്ഷേ ശ്രീ വീരേന്ദ്രകുമാറൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പം സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് അവരന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ സ്വാഭാവികമായി ഈ തവണ അവർക്കൊരു സീറ്റിനുള്ള അർഹതയുണ്ട്. സീറ്റ് അവർ ചോദിക്കുക എന്ന് പറയുന്നത് ന്യായമാണ്. അത് കൊടുക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഈ തവണ RSP ഇടതുമുന്നണി വിട്ടുവരുന്നു. പ്രേമചന്ദ്രനാണ് അവരുടെ സ്ഥാനാർത്ഥി. അവർക്ക് പ്രേമചന്ദ്രനെ നിർത്തണം. സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കുറയും. അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചാത്തലം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ തലത്തിലും കഴിയാവുന്നത്ര പരമാവധി ആളുകളുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോയത്. ഒരു കാര്യം ശരിയാണ്, സീറ്റ് കുറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രവർത്തകർക്ക് മാത്രമല്ല, നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കുമുണ്ട്. കാരണം പാർട്ടിയുടെ ഒരാളെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സ്ഥാനത്തേക്കാണ് നമ്മൾ മറ്റൊരാളെ നിശ്ചയിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഒരു സീറ്റ് അതിൻ്റെ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ ഈ ഒരു സംശയമില്ല. സത്യവും നന്മയും അല്പമെങ്കിലും ഉള്ളിലുള്ളവരുടെയെല്ലാം ശക്തി സൗഹൃദങ്ങളാണ്. ആ കരുത്ത് സുധീരനുമുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രയോജനാത്മക സൗഹൃദങ്ങളല്ല അവ. ഉപാധികളില്ലാത്ത സ്നേഹത്തിൽ ഉരുത്തിരിഞ്ഞവ. അത്തരത്തിലൊരു പഴയ കൂട്ടുകാരന്റെ വീട്ടിലാണ് ഉച്ചയൂണ്. കൊല്ലത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന അന്തരിച്ച തോപ്പിൽ രവിയുടെ മകന്റെ വസതിയിലാണ് ഇപ്പോൾ VM എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചഭക്ഷണം സൂരജ് രവിയുടെ വസതിയിലാണ്. ഇനി അത് വ്യക്തിപരമായ ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. VMന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും പര്യടനവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ആഹാരമൊക്കെ എങ്ങനെയായിരിക്കും? ഓരോ സ്ഥലത്ത് തീരുമ്പോഴും നമുക്ക് വളരെ അടുപ്പമുള്ള ചില ഫാമിലി ഉണ്ടാവുമല്ലോ. അവിടെയും പോയിട്ടിങ്ങനെ അതും ഒരു നല്ല അനുഭവമാണ്. ഇപ്പം ഇവിടെ ശ്രീ തോപ്പിൽ രവി ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള അന്നത്തെ വിദ്യാർത്ഥി നേതാവാണ്. ഒരു പക്ഷേ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് തോപ്പിൽ രവി ആയിരിക്കും. ഞാൻ അദ്ദേഹത്തെ അടുത്ത് ഇടപഴകുന്നത് ഞാൻ SSLC പരീക്ഷ എഴുതിയിരിക്കുക. അന്ന് സ്കൂൾ ലീഡറായിരുന്നു. അന്ന് അവിടെ മണരൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നിയോജകമണ്ഡലം ക്യാമ്പ് നടന്നിരുന്നു. അപ്പോൾ അന്ന് വിദ്യാർത്ഥിയായി ഞാൻ പങ്കെടുത്തതും ഇവിടെയൊക്കെ പ്രസംഗം കേട്ടതും
വൈകുന്നേരം നടന്നൊരു സംഘടനാ ചർച്ചയിലും ഞാൻ പങ്കെടുത്തു. ഒരു പക്ഷേ ആ സംഘടനാ ചർച്ചയെ ആയിരിക്കണം എന്നെ പിന്നീട് പല തലത്തിലേക്കും മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നേതാക്കന്മാരെ പ്രേരിപ്പിച്ചത്. പിന്നീട് ഞാൻ അറിയുന്നത് KSUവിൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പ് വയലാർ രവി കൊട്ടുകാപ്പള്ളി ബിൽഡിങ്സിൽ ആലപ്പുഴ വിളിച്ചു കൂട്ടിയിരുന്നു. ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ആ ക്യാമ്പിലന്ന് വയലാർ രവി പ്രസിഡൻ്റായി വീണ്ടും KSU സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ആ കമ്മിറ്റിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതികരിച്ചുകൊണ്ട് 21 കമ്മിറ്റിയിൽ ഞാൻ ആദ്യമായി അംഗമായി വരികയാണ്. ആരാണ് എൻ്റെ പേര് അതിലേക്ക് നിർദ്ദേശിച്ചതെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അനുമാനം ശ്രീ തോപ്പിൽ രവി ആയിരിക്കണം എന്നുള്ളതാണ്. ശ്രീ തോപ്പിൽ രവി എന്നോട് പറയുകയോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ശ്രീ തോപ്പിൽ രവി തന്നെ ആയിരിക്കണം അതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്കങ്ങേക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവേണ്ടി വന്നു. അതിനുശേഷം ഈ ആഹാരത്തിലുള്ള ചിട്ടകൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ രീതിയിലുള്ള ആഹാരങ്ങളാണ് അങ്ങ് പ്രിഫർ ചെയ്യും? ഇല്ല, അതിപ്പോൾ പ്രധാനമായും ഞാൻ രാവിലെ നടക്കും. ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് വരെ നടക്കും. പിന്നെ വരുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാറില്ല. എണ്ണ കുറച്ചൊരു ഭക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്യാവശ്യം മെഡിസിൻസ് ഉണ്ട്, കാർഡിയക് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു ശീലമായി പോയതുകൊണ്ട് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു അസുഖം നമുക്കുണ്ടെന്ന് തന്നെ ഓർക്കാറില്ല. പക്ഷേ നാച്ചുറലായിട്ട് ആ ചിട്ടകളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരികയും ചെയ്യും. ഫിഷ് കറി ഉപയോഗിക്കാറുണ്ട്, ഫിഷുണ്ട്. മറ്റ് ചിക്കൻ അതുപോലുള്ള മറ്റ് സംഗതികളൊന്നും പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ ബീഫൊന്നും കഴിക്കാറില്ല. ഏത് രാഷ്ട്രീയ സാഹചര്യമായാലും തിരഞ്ഞെടുപ്പായാലും എല്ലാം സ്വന്തം അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ് അങ്ങ്. അപ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷവും പിന്നീട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലും അങ്ങയുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും തരത്തിൽ അങ്ങ് ഈ പറയേണ്ടതായോ പ്രവർത്തിക്കേണ്ടതായോ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. എൻ്റെ അഭിപ്രായങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ പലതും പ്രാവർത്തികമാക്കുന്നതിന് KPCC അധ്യക്ഷ പദവി ഒരുപക്ഷെ കൂടുതൽ സഹായകരമാണ്. കാരണം പല തീരുമാനങ്ങളും ഇന്ന് തന്നെ നമുക്കറിയാം. ഇപ്പോൾ മന്ത്രിസഭ നമ്മുടെ നിലവാരമില്ലാത്ത, അതല്ലെങ്കിൽ പിന്നെന്താ പറയുക, സ്പെസിഫിക്കേഷൻ വേണ്ടതുപോലെ ഇല്ലാത്ത ചില ബാറുകൾ, കുറേ ബാറുകൾക്ക് പിന്നെ അനുമതി കൊടുക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണം, കൂടുതൽ ആലോചന നടത്തിയതിന് ശേഷമേ മുന്നോട്ട് പോകാവൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊന്ന് തീരുമാനം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇന്ന് KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അതേ സംബന്ധിച്ചിടത്തോളം കൃത്യമായി എൻ്റെ അഭിപ്രായം KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അറിയിച്ചു. ഗവൺമെൻറ് അത് വളരെ മാന്യമായ രീതിയിൽ തന്നെ എൻ്റെ അഭിപ്രായം KPCC പ്രസിഡന്റ് നിലയിലുള്ള എൻ്റെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് മാറ്റിവെച്ചത്. തീരുമാനം കുറെ കൂടി എടുപ്പിക്കുന്നതിലും പോസിറ്റീവായി ഗുണപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ KPCC അധ്യക്ഷ പദവി വളരെ പ്രയോജനപ്പെടുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവം. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡേ ടു ഡേ വിഷയങ്ങളിൽ പുറത്ത് പറയാത്ത, എന്നാൽ ഗവൺമെൻറ്റിന് നല്ലത് വരുന്നതും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പാളിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാവുന്നതുമായ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് പുറത്തു വരാതെ തന്നെ ഞങ്ങൾ ആശയവിനിമയം നടത്തുകയും അതിനെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ബാറുടമകളെങ്കിലും പറയുന്നുണ്ട് ഇതൊരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സംഭവമാണ് എന്ന് ചില ബാറുടമകളെങ്കിലും പറയുന്നുണ്ട്. ആ ഒരു ആക്ഷേപത്തിന് എന്താണ് മറുപടി? ഒരിക്കലും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല. തെരഞ്ഞെടുപ്പില്ലെങ്കിലും ഈ തീരുമാനം ഇങ്ങനെയേ വരുമായിരുന്നുള്ളൂ. ഇപ്പോൾ KPCC തീരുമാനിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ മദ്യവിൽപ്പനശാലകൾ, ബാറുകൾ ഉൾപ്പെടെ അനുവദിക്കുന്ന കാര്യം സംബന്ധിച്ച് ഈ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു കോർപ്പറേഷനോ ഒരു സ്ഥാപനം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും മദ്യവിൽപ്പന ശാലകൾക്ക് പുതുതായി അനുമതി കൊടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ തന്നെയും VM സുധീരൻ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിതമായ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മാത്രമല്ല, സർക്കാരിനെ സ്വാധീനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ നയം അദ്ദേഹത്തിന് പ്രയോഗിക്കാനും കഴിഞ്ഞു. ഈ തരത്തിലാണ് എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും VM സുധീരൻ സ്വന്തം വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനി അദ്ദേഹം അടുത്ത പ്രചാരണ സ്ഥലത്തേക്കാണ് പോകുന്നത്. അദ്ദേഹത്തെ നമുക്ക് പിന്തുടരാം. ഇനിയും മണ്ഡലങ്ങൾ ബാക്കി. എങ്കിലും കൊല്ലം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ അല്പനേരം
നിലപാടുകളെല്ലാം പലതവണ പറഞ്ഞതാണെങ്കിലും ചോദ്യങ്ങൾക്ക് കുറവില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ബില്ലുകൾ മാറും? ഇല്ലല്ലോ. ഇവിടെ ട്രഷറികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ബില്ല് മാറിയില്ല എന്ന് പരാതിയുണ്ടോ? ഇല്ല. ട്രഷറികൾ അതിൻ്റെ അതിൽ പ്രവർത്തിക്കുകയാണ്. പിന്നെ തോമസ് ഐസക്കിനെ പോലൊരാൾ അങ്ങനെ പറയാൻ ബാധ്യസ്ഥനാണ്. ട്രഷറികൾ സാമ്പത്തിക ഞെരുക്കമില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തെ സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി. ഏതായാലും സാമ്പത്തിക രംഗത്ത് കേരളത്തിന് ഞെരുക്കമുണ്ട്, പക്ഷേ പ്രതിസന്ധി ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമുക്ക് ബോധ്യപ്പെടും. ഇനി കൊല്ലം വിട്ട് മുന്നോട്ട് പോവുകയാണ്. കരുനാഗപ്പള്ളി കഴിഞ്ഞ് ക്ലാപ്പനയിലെ ഈ സമ്മേളന വേദി ആലപ്പുഴ മണ്ഡലത്തിലാണ്. കൊല്ലത്തെ രാഷ്ട്രീയമല്ല ഇവിടെ. പക്ഷേ മണ്ഡലങ്ങൾ മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പ്രസംഗം മാറ്റുന്നില്ല സുധീരൻ. ഇപ്പൊ അന്ധമായ കോൺഗ്രസ് വിരോധം പറഞ്ഞ് അവർ അണികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് BJP RSS കൂട്ടുകെട്ടിന് സഹായകരമായ അവസ്ഥയിലേക്കാണ്. നേരത്തെയും അവർക്ക് ചെയ്തിട്ടുണ്ട്. 1977 അന്നത്തെ ഭാരതീയ ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടിയും CPM-ഉം കൂടി സംയുക്തമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസിനെതിരായി. വിവിധ വേദികളിൽ പ്രസംഗിച്ച് വോട്ട് ചോദിച്ച് മുന്നേറുമ്പോഴും അച്ചടക്കത്തോടെയാണ് അണികൾ സുധീരനെ സ്വീകരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. നേതാവിന് സ്വാഗതമോതുന്ന കൂറ്റൻ ഫ്ലക്സുകളോ ദിക്കുപൊട്ടുന്ന മുദ്രാവാക്യം വിളികളോ ഇല്ല. അതൊക്കെ സുധീരൻ നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ട്. ക്ലാപ്പനയിൽ നിന്ന് വീണ്ടും കൊല്ലത്ത് ആശ്രാമത്തെത്തിയപ്പോൾ ഇരുട്ട് വീണിരുന്നു. എങ്കിലും KPCC അധ്യക്ഷന്റെ വാക്കുകളിൽ അല്പം പോലും തളർച്ചയോ ഇടർച്ചയോ ഇല്ല. സത്യത്തിന്റെ പേരിൽ, നീതിയുടെ പേരിൽ, ന്യായത്തിന്റെ പേരിൽ കോൺഗ്രസിനെതിരായി, സോണിയാഗാന്ധിക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ പ്രാപ്തരല്ലാത്തവർ ഇന്ന് താഴെ തല മുതൽ മുകൾത്തട്ട് വരെ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കാൻ വ്യഗ്രത കാണിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ പരാജയം സുനിശ്ചിതമാണ് എന്നവർ തിരിച്ചറിയുന്നുകൊണ്ടാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MA ബേബി എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ കടമെടുത്ത് പറഞ്ഞ വളരെ അവധാനതയോടെയാണ് VM സുധീരൻ ഓരോ യോഗങ്ങളിലും പ്രസംഗിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് പറയേണ്ടത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനവും ലോക്സഭാ തെരഞ്ഞെടുപ്പും VM സുധീരന്റെ വഴി മാറ്റിയിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വഴിയിൽ കൂടുതൽ ആളുകൾ എത്തുന്നതും തെളിഞ്ഞു വരുന്നു. കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം. വരിക സഹചരേ, സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം. ദുഷ്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ. ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാം. ദുഷ്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ.